മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണമെന്ന ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ വാദമാണ് ഹൈക്കോടതി തള്ളിയത്. ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് ഹാരിസൺസ് നൽകിയ അപ്പീലിലാണ് നടപടി. ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് സ്റ്റേ നൽകാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു. സർക്കാരിന്റെ പണം സ്വകാര്യ വ്യക്തിക്ക് നൽകിയാൽ തിരിച്ചുപിടിക്കാൻ പ്രയാസമാകുമെന്നും പുനരധിവാസ വിഷയത്തിൽ പൊതുതാൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ഹാരിസണിന്റെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഡിവിഷൻ ബെഞ്ച് നിയമപ്രശ്നത്തിൽ വിശദമായ വാദം കേൾക്കാനായി മാറ്റി. അതേസമയം ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. റോഡ് പോലുമില്ലാത്ത ഒറ്റപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി 4 പാലങ്ങളും 8 റോഡുകളും നിർമ്മിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലം എന്ന ആശയമാണ് ഇപ്പോൾ നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ പ്രിപ്പറേഷൻ പൂർത്തീകരിച്ചു. ഇനി ഔപചാരികമായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന വിധത്തിലാണ്. നിങ്ങളവിടെ പോയ ആളുകൾക്കറിയാം, ഇവിടെ ഉള്ളവരിൽ പലരും അവിടെ വന്നതാണ്. ആ പുഴയെ മറികടക്കാവുന്ന പുഴയ്ക്കകത്തുള്ള കാലുകളുള്ള പാലമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ആധുനിക സംവിധാനങ്ങളോടെ ഒരു സിംഗിൾ സ്പാൻ ബ്രിഡ്ജായി ആ പാലം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെ ആ GLPCSൻ്റെ 8-ാം നമ്പർ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പാലം, അത് നേരത്തെ നടവഴി പാലമായിരുന്നു, ഇപ്പോൾ മോട്ടറബിൾ ആയിട്ടുള്ള പാലമാക്കി ഉണ്ടാക്കുകയാണ്. മുണ്ടക്കൈ മോസ്കിൻ്റെ ഭാഗത്തൊരു നടപ്പാലം പുതിയതായി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പുഞ്ചിരിമുറ്റത്ത് നിന്ന് നമ്മൾ വനറാണി എസ്റ്റേറ്റിലേക്ക് കടക്കാവുന്ന ഭൂമി ഇപ്പോൾ പൂർണ്ണമായും പുഴ പോലെയായി മാറി. അവിടേക്ക് കിടക്കാൻ പറ്റുന്ന, വാഹനം ഓടിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു മോർട്ടബിൾ പാലം ഉൾപ്പെടെ 4 പാലങ്ങൾ, ചൂരൽമല അട്ടമല റോഡടക്കം 8 പ്രധാനപ്പെട്ട റോഡുകൾ, ഇതെല്ലാം കൊണ്ടുവരാനുള്ള തീരുമാനം സ്റ്റേറ്റ് എംപവർ കമ്മിറ്റി എടുത്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.